ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പൊരി കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാക്കറ്റ് പൊരിയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്നിടാം. നമുക്ക് ഇത്രയുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് നമ്മൾ ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതുണ്ടോ ഇതുപോലെ ഒന്ന് അമർത്തി ആ വെള്ളമെല്ലാം കളയണം. രണ്ട് കയ്യിലും കൂടെ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം കളയാൻ. എന്നിട്ട് നമുക്കിതൊരു കൊട്ടയിലേക്ക് ഇടാം. ഞാൻ ആ വെള്ളം എല്ലാം കളഞ്ഞ് ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇനി അതിലേക്കുള്ള കൂട്ടുകളാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇച്ചിരി മല്ലിച്ചപ്പ് കട്ട് ചെയ്തത്, ഒരു ചുവന്ന മുളക്, ഒരു വെള്ളുള്ളി, ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു ഇച്ചിരി കറിവേപ്പില. ഞാൻ ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇനി അതിലേക്ക് ഒരു ഇത്ര നിലക്കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കതൊന്ന് ചൂടാക്കി വറക്കണ്ട, ഒന്ന് ചൂടാക്കി വാരി ചൂടായിക്കോട്ടെ. നമ്മുടെ നിലക്കടല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ കടുക് പൊട്ടിക്കും പോലെ ഒരു ഇച്ചിരി കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ തുവരപ്പരിപ്പാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉഴുന്ന്, അതും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത്. 4 മണിക്കൊക്കെ ചായക്കടിയൊക്കെ ആയിട്ട് നല്ലൊരു ചായക്കടിയാണിത്. ഇനി നമുക്ക് നമ്മുടെ സവാള ഇടാം. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാതെ നമ്മുടെ ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെള്ളുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാവേ. അതും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റി ആ പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു നുള്ളാട്ടോ, ഇതിൻ്റെ അളവൊന്നുമില്ല. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒത്തിരി ഇടല്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങളിതൊന്ന് നോക്കണം. ഓൾറെഡി ഈ പൊരിക്കൊരു ഉപ്പുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കഴുകിയപ്പോൾ അത് കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല, ഇതിലൊരു ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിനി ഉപ്പും കൂടി ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഏറിയാലോ. ഇനി ഞാനിതിൽ ഇടുന്ന നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയാണ്. പിന്നെ ഇതാ ഒരു ഇത്രയും പൊട്ടുകടല ഇടുന്നുണ്ട്.
ഇപ്പോൾ ഒന്നും തീ ഓഫല്ല, തീ സിമ്മിലിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി മിക്സറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ നമ്മുടെ പൂരി ഉപ്പുമാവ്. തീയൊക്കെ ഓഫാക്കാം. ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ പൊരി ഉപ്പുമാവിലേക്ക് എല്ലാ കൂട്ടുകളും ഇട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിടണ്ട, ചെറുതായിട്ടൊരു ഉപ്പുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് വേണ്ട, അത്ര മതി. അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കി നല്ല സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവാണ് പൊടി കൊണ്ടുള്ള ഉപ്പുമാവ്. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ല നമുക്കൊരു ചായക്ക് കടിയൊക്കെ 4 മണിക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ പൊരി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ കടലയോ മിച്ചറോ ഇതൊന്നുമില്ല, സാധാ ഉള്ളിയും പച്ചമുളകും ഒക്കെ മാത്രം ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് കൂട്ട് വേണേലും ഇതിലേക്ക് ചേർക്കാം. അപ്പം നിങ്ങളും കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് 4 മണിക്ക് ഒരു ചായക്കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കണേ. താങ്ക് യു.